78ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് രാജ്യം. ബ്രിട്ടീഷ് അടിമത്തം അവസാനിപ്പിച്ച് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ദിനം 1947 ഓഗസ്റ്റ് 15-നാണ് ഇന്ത്യ സ്വതന്ത്രമായി മാറിയത്. അതിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഓഗസ്റ്റ് 15-ന് ഇന്ത്യയിൽ സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കുന്നുണ്ട്. രാജ്യത്തുടനീളം അന്നേ ദിവസം ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുന്നു. ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുകയും തുടർന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നു. അഭിമാനം തുളുമ്പുന്ന ഓരോ നിമിഷവും ഓരോ ഇന്ത്യക്കാരനും അഭിമാനം കൊള്ളുന്ന ഈ ദിനത്തിൽ പ്രിയപ്പെട്ടവർക്ക് ആശംസ നേരാം. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. സ്വാതന്ത്ര്യ സമരം എന്നാൽ ഓരോ ഭാരതീയന്റെയും മനസ്സിലേക്ക് ആദ്യം എത്തുന്ന മുഖം മഹാത്മാഗാന്ധിയുടേത് തന്നെയാണ്. എന്നാൽ തനിക്ക് ഓഗസ്റ്റ് 15-നെ കുറിച്ച് സന്തോഷിക്കുന്ന ദിനമല്ല എന്നാണ് ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ഈ ഓഗസ്റ്റ് 15 ആഘോഷിക്കുന്നതിൻ്റെ ദിനമല്ല. എൻ്റെ മനസ്സിൽ സന്തോഷം തെല്ലുമില്ല. നിങ്ങളെ വഞ്ചിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ഇന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൽ ഇന്ത്യക്കും പാകിസ്ഥാനും അതിജീവനാന്തം കലഹിക്കാനുള്ള വകയുമുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് സ്വാതന്ത്ര്യ ലബ്ധിയുടെ പേരിൽ പ്രതീക്ഷയുടെ നാളങ്ങൾ തെളിയിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബംഗാളിലെ കലാപം പ്രധാനമായും കിഴക്കൻ പാകിസ്ഥാൻ എന്ന പേരിൽ ഒരു ഭാഗം അടർത്തി മാറ്റിക്കൊണ്ട് വിഭജനം നടത്തും എന്നായിരുന്നു വന്നിരുന്നത്. 1946 അവസാനത്തോടെ കിഴക്കൻ പാകിസ്ഥാനിലെ നവാഖലിയിൽ ഹിന്ദുക്കളുടെ ഭവനങ്ങൾ അവരുടെ മുസ്ലിം അയൽക്കാർ ചുട്ടരിക്കപ്പെട്ടിരുന്നു. ഗാന്ധിജി ഈ അനിഷ്ട സംഭവങ്ങളുടെ പേരിൽ ആകെ പരിഭ്രാന്തനായിരുന്നു. പരസ്പരം കലഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള സമാധാനം പുലർന്നു കാണാൻ വേണ്ടിയാണ് അദ്ദേഹം അന്ന് അങ്ങോട്ട് ചെന്നത് പോലും. ഗാന്ധിജിയുടെ ഉപവാസത്തിന് പിന്നിൽ മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. അത് അന്നേ ദിവസം പട്ടിണി കിടക്കാൻ സാധ്യതയുള്ള പാവങ്ങൾ അന്നും അരപ്പട്ടിണിയാവും എന്നുള്ള തോന്നൽ ആയിരുന്നു. ഇന്ത്യ സ്വതന്ത്രമായെങ്കിലും രാജ്യത്ത് നിലനിന്നിരുന്ന ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു ഗാന്ധിജിയുടെ ഉപവാസവും. സ്വാതന്ത്ര്യ ദിനത്തിലെ ലാളിത്യം ഗാന്ധിജിയുടെ വാക്കുകളും പ്രവൃത്തിയും ഒരുപോലെയാണ് എന്നതിൻ്റെ മറ്റൊരു തെളിവ് കൂടി തന്നെയായിരുന്നു. സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ രാജ്യത്ത് മുഴങ്ങിക്കേൾക്കുന്ന മറ്റൊരു കാര്യമാണ് ഗാനം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ദേശീയഗാനം. രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച ജനഗണമന എന്ന ഇന്ത്യയുടെ ദേശീയഗാനം. ഇന്ത്യക്കാർക്ക് ഈ ഗാനം ദേശീയഗാനം മാത്രമല്ല, സ്നേഹവും അഭിമാനവും വികാരവുമാണ്. ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിൻ്റെ അഭിമാന ദിവസമായ ഓഗസ്റ്റ് 15-നാണ് നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതും. സമരത്തിലെ ഗാന്ധിജിയുടെ കടന്നുവരവ് മുതൽ രാജ്യം സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ മഹാത്മാഗാന്ധി എവിടെയായിരുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. മാത്രമല്ല 141 കോടി ജനങ്ങൾ ഉള്ള നമ്മുടെ രാജ്യത്ത് അതിൻ്റെ മഹത്തായ ദിനത്തിൻ്റെ ആഘോഷത്തിന് ഒരുങ്ങുമ്പോൾ മറ്റു ചില രാജ്യങ്ങൾ കൂടി ഈ ദിവസം സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കുന്നുണ്ട്. ഈ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. ദക്ഷിണ കൊറിയ ഓഗസ്റ്റ് 15-നാണ് ആഘോഷിക്കുന്നത്. ദക്ഷിണ കൊറിയയും സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന അന്ന് തന്നെയാണ്. ഗ്യാങ് ബോക്സിയോൽ അല്ലെങ്കിൽ പ്രകാശ ദിനം, പുനഃസ്ഥാപിക്കാൻ ദിനം എന്നൊക്കെയാണ് ദക്ഷിണ കൊറിയയുടെ സ്വാതന്ത്ര്യ ദിനം എന്നറിയപ്പെടുന്നത്. ഉത്തര കൊറിയ 1945 ഓഗസ്റ്റ് 15-നാണ് അവരും ആഘോഷിക്കുന്നത്. ഉത്തര കൊറിയയും ഓഗസ്റ്റ് 15-ന് തന്നെയാണ് വിമോചന ദിനമായിട്ട് ആഘോഷിക്കുന്നത്. ഈ ദിവസത്തിൽ ഉത്തര കൊറിയൻ പ്രസംഗങ്ങൾ, സാംസ്കാരിക പരിപാടികൾ, മറ്റ് അനുസ്മരണങ്ങൾ എന്നിവ സംഘടിപ്പിക്കാറുണ്ട്. ബഹ്റിനും അതുതന്നെയാണ്. ബ്രിട്ടീഷ് സംരക്ഷണത്തിൽ നിന്ന് ബഹ്റിൻ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബഹ്റിനും ഓഗസ്റ്റ് 15-നാണ് സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കുന്നത്. ലിച്ചൻസ്റ്റീൻ വളരെ ചെറിയ ഒരു യൂറോപ്യൻ രാജ്യമായ ലിച്ചൻസ്റ്റീനും ഓഗസ്റ്റ് 15-നാണ് അതിൻ്റെ സ്വാതന്ത്ര്യ ദിനം അല്ലെങ്കിൽ ദേശീയ ദിനം ആഘോഷിക്കുന്നത്. റിപ്പബ്ലിക് ഓഫ് കോങ്കെ 1960-ലെ ഫ്രഞ്ച് കൊളോണിയൽ ഭരണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തെ അടയാളപ്പെടുത്തിയ ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന മറ്റൊരു രാജ്യമാണ് റിപ്പബ്ലിക് ഓഫ് കോങ്കെ.